എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം മുതൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, HSC VHSC ആണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക. പിന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. ഈ വർഷത്തെ HSC VHSC +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം മുതൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. HSCയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ എന്തായാലും അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ അങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക നമുക്ക് വിശദമായി ഈ അപ്ഡേറ്റ് പരിശോധിക്കാം. ആർക്കൊക്കെയാണ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. മുഖ്യഘട്ട അലോട്ട്മെൻറ്റിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കണം. മുഖ്യഘട്ടത്തിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും നിരന്തരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നമുക്ക് ഇതിനൊരു സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് അത് കൃത്യമായ ഡീറ്റെയിൽഡായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ സർക്കുലർ വരുന്ന പക്ഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ HSCAPൻ്റെ വെബ്സൈറ്റിൽ കയറുക. ശേഷം കാൻഡിഡേറ്റ് ഡേറ്റ് കാൻഡിഡേറ്റ് ലോഗ് എന്നൊരു ഓപ്ഷൻ അവിടെ കാണും. അതായത് ഇങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ജില്ല നൽകി ഇവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അവിടെ എന്ത് ചെയ്യും, അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. 2 സ്കൂൾ കോഴ്സ് 3 നിങ്ങൾക്ക് ഒന്നാമത് വെക്കേണ്ടത് ഒന്നാമത്തെ സ്കൂൾ കോഴ്സ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്കൂൾ കോഴ്സ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തന്നെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. എന്നിങ്ങനെയുള്ള ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് ഒരു ട്രാൻസ്ഫർ നടത്തിയിരുന്നെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ലഭിക്കുന്ന ട്രാൻസ്ഫർ ആയതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും കോഴ്സ് മാറ്റവും സ്കൂൾ മാറ്റവും നടക്കില്ല. കാരണം വേക്കൻസികൾ അധികം കാണുകയില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യും, ഒരുപാട് വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നതുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിരവധി വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നതുകൊണ്ട് തന്നെ വേക്കൻസി ലിസ്റ്റെല്ലാം ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ കുറേ പേർക്ക് ട്രാൻസ്ഫർ കിട്ടില്ല, കുറേ പേരുടെ അപേക്ഷ നിരസിച്ചു പോകുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ ടീമിൽ കാണാം. അതുവരെയും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.